സംസ്ഥാന വനം മന്ത്രിയുടെയും മന്ത്രിമാരുടെ വയനാട് സന്ദർശനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി കാത്തോലിക് കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ. കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കേന്ദ്രത്തെ പഴിചാരി മന്ത്രിമാർ ഒഴിയുന്നു. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആവശ്യവുമായി ഉപവാസ സമരവും പ്രതിഷേധ ജ്വാല റാലിയും നടത്തുകയാണ് മാനന്തവാടി രൂപത. കാടും നാടും വേർതിരിക്കുക, മനുഷ്യജീവന് പ്രാധാന്യം നൽകുക, ഉദ്യോഗസ്ഥ നിഷ്ക്രിയത്വം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധിയായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാനന്തവാടി രൂപത ഉപവാസ സമരം നടത്തുന്നത്. വയനാട്ടിലെ ജനജീവിതം അനുദിനം ദുസ്സഹമാവുകയാണ്. വിഷയം മന്ത്രിമാരെ അറിയിക്കുമ്പോൾ കേന്ദ്രത്തെ പഴിചാരി ഒഴിഞ്ഞുമാറുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി തന്നെ ഒരു അയച്ച കത്ത് ഞങ്ങൾ കാണുകയുണ്ടായി. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന സർക്കാരിന് അടിയന്തര ഘട്ടങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അപകടകാരികളായ വന്യമൃഗങ്ങളെ നശിപ്പിക്കാനുള്ള അധികാരമുണ്ടെന്ന്. അതിനെതിരെ കഴിഞ്ഞ ദിവസം ഞാൻ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ മന്ത്രി MP രാജേഷിനോട് ഈ കാര്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറഞ്ഞ് ഒഴിവാകുകയാണ് ചെയ്തത്. ഇങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുവാൻ ഇനി മുതൽ സാധിക്കുകയില്ല. 3 മന്ത്രിമാർ കഴിഞ്ഞ ദിവസം വന്നവർ പോലും എന്തുമാത്രം ധാർഷ്ട്യത്തോടെയാണ് പല കാര്യങ്ങളും പറഞ്ഞത് എന്ന് നമ്മൾ പൊതുജനം ശ്രദ്ധിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതിരിക്കാൻ നമുക്ക് പറ്റിയല്ല. അനുദിനം മനുഷ്യരെ മൃഗങ്ങൾ കൊന്നൊടുക്കുമ്പോഴും മുഖ്യമന്ത്രി ജില്ലയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതാണ്. കാരണം ഇത്രയധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അനുദിനം ഇവിടെ മനുഷ്യർ മരിക്കുകയല്ലേ. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ വോട്ട് ചെയ്ത് ഈ ആളുകളെ ഭരണത്തിലേറ്റുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുവാൻ വേണ്ടി തന്നെയാണ്. അപ്പം അപ്രകാരം ഒരു ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെങ്കിൽ അവരത് ഒഴിഞ്ഞു പോകണം. ജീവിക്കാൻ പൊറുതിമുട്ടി നിൽക്കുന്ന മനുഷ്യർക്കെതിരെ കേസെടുത്തുകൊണ്ട് പീഡിപ്പിക്കുകയാണ് പോലീസെന്നും ഫാദർ ഫിലിപ്പ് കവിയിൽ പറയുന്നു. അതേസമയം വയനാട്ടിൽ പുതിയ CCF ചുമതലയേറ്റു. ഈസ്റ്റേൺ സർക്കിൾ CCF K വിജയാനന്ദനാണ് ചുമതല. മനുഷ്യ വന്യമൃഗ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ഏകോപിപ്പിക്കുകയാണ് ലക്ഷ്യം. വാർ റൂം ഉൾപ്പെടെ വൈകാതെ സജ്ജമാക്കും. ബേലൂർ മഗ്നയ്ക്കായുള്ള ദൗത്യം തുടരുന്നതിനിടെ ട്രാക്കിംഗ് വിദഗ്ധനും ഷാർപ്പ് ഷൂട്ടറുമായ നവാബ് അലിഖാൻ ദൗത്യത്തോടൊപ്പം ചേർന്നു. കർണാടക വനമേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ബേലൂർ മഗ്നയെ വനം വകുപ്പ് നിരീക്ഷിച്ചു വരികയാണ്. ജനം, വയനാട്.